കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിന് ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്ക് രേണുസുധിയുടെ വിഷപ്പായിട്ടുള്ള ഇഷ്യൂ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മനുഷ്യനെ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് വലിച്ചിട്ട് എത്രമാത്രം അപമാനിക്കാൻ പറ്റുമോ അത്രയും അപമാനിച്ച് വിഷപ്പാമ്പ് എന്ന് വരെ വിളിച്ച് കളിയാക്കിയ രേണുസുധീൻ്റെയും അവരുടെ ഫ്രണ്ട്സിൻ്റെയും വീഡിയോസൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ചെങ്കിലും ഉളുപ്പും നാണവും മാനും എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. അതില്ലാതെ വീണ്ടും വീണ്ടും ഈ പെണ്ണുമ്പിള്ള അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. മാഡം നമസ്കാരം. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മള് കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള്, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണുസുധി പല സന്ദർഭങ്ങളിലും എന്നെ പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവര് എൻ്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഇന്ന് എൻ്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് ഞാൻ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത രേണുസുധിയുടെ കുടുംബക്കാരും അത്രേ പറയാനുള്ളൂ. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു നാണോ മാനോ ഉളുപ്പില്ലാത്ത ഇതൊന്നും നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ 2ാം കെട്ടിൻ്റെ പരിപാടിയായിരുന്നോ? നിങ്ങൾ ചെയ്ത് കൂട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് തള്ളേ വീഡിയോസ് മൊത്തം. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യനെ വിളിച്ചേ? വിഷപ്പാമ്പ്, മുലക്കച്ച കെട്ടി വന്നിരിക്കുന്ന ഒരുത്തൻ കുറെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ലേ രാമനാരായണ, നിങ്ങൾ വലിയ പുണ്യാളത്തി, അങ്ങേര് വലിയ പ്രശ്നക്കാരല്ലേ? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ബാക്കിയുള്ള ആളെ ഉപദ്രവിച്ചിട്ട് എല്ലാം ചെയ്തിട്ട് നമ്മളൊന്നും കണ്ടില്ലേ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ജീവിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതിൻ്റെയും ചെയ്തതിൻ്റെ ഒക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ് അമ്മച്ചി സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുള്ളത്, അറിയാവോ? ഇത് തന്നെ ധാരാളമാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത് തന്നെ ധാരാളമാണ്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും അക്കൗണ്ട് പോയി നോക്കിയാൽ മതി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. വേണമെങ്കിൽ ഒന്ന് പോയിരുന്ന് കണ്ടു നോക്കുന്നതാളെ തന്നിരിക്കുന്നത്. എന്നാല് കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിന് ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാൽ ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള് കേസായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിലിരിപ്പ് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടട്ടെ. ഒരു മൈക്കും കുറച്ച് ഓൺലൈൻ മീഡിയക്കാരെയും കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ച് പറയാം, എന്തൊക്കെ പറഞ്ഞൂടാന്നുള്ള ബോധമൊന്നും ഈ പെണ്ണുമ്പിള്ളക്കില്ല. എന്തൊക്കെ ആ സമയത്ത് വായി തോന്നുന്നു അതൊക്കെ ഈ പെണ്ണുമ്പിള വിളിച്ചു പറയും. എന്നിട്ട് കുറെ കഴിയുമ്പം ഒരു നിലപാടില്ലാതെ അതങ്ങ് മാറ്റിയും പറയും. ഇതാണ് രേണുസുധിയുടെ നിലപാട്. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഉളുപ്പില്ലാത്തതള്ള.
പിടിച്ചിരുത്ത്. കുറെ കമ്പനിക്കാരുണ്ടായിരുന്നില്ലേ, അവരെയും കൂടെ പിടിച്ചിരുത്തിയിട്ട് ഇനിയും അദ്ദേഹത്തിനെതിരെ ഇറങ്ങുതാളേ നിങ്ങള്. അപ്പൊ അദ്ദേഹത്തിന് അത് കുറച്ചും കൂടെ ഒരു എവിഡൻസ് ആവും കേസ് കൊടുക്കാനേ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങ്. അതാണല്ലോ പണി. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു സാധനം ആവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാൻ, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണു സുധി പിന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കവിടെ ആയിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെ തന്നെയാണ്. മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല എൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, എൻ്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനും മേൽ ദിവസം എന്നെ ഈ ഓൺലൈൻ മീഡിയക്കാരെ ചില തെണ്ടുകളുണ്ട്. നമ്മുടെ വായിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ മുക്കും. ഉളുപ്പില്ലാത്ത കുറേ എണ്ണങ്ങൾ മരണ വീട്ടിൽ പോലും ക്യാമറയും കൊണ്ട് പൊക്കോളും. എന്ത് തേക്കാണോ എന്തോ അവരുടെ ഇമോഷൻസ്, അവരുടെ കരച്ചിലും വെച്ച് പൈസ ഉണ്ടാക്കുന്ന കുറേ എണ്ണം. അത് വേറെ. അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ്. പല ആൾക്കാരും ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എൻ്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തകര് വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം ആ നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഞാൻ അങ്ങനെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് കേരളത്തിൽ നീതിന്യായ പീഠങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കോടതിയുമായി സമീപിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ മുൻപോട്ട് പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അച്ഛൻ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. വെറുതെ പോയ പോരാ. പറ്റുമെങ്കിൽ ആ സ്ഥലം തിരിച്ച് മേടിക്കാനുള്ള പണിയും കൂടെ നോക്ക്. പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ ഇപ്പം കുറേ കാശുണ്ട്. എവിടെയെങ്കിലും പോയി വേറെ വീടുണ്ടാക്കട്ടെ. എന്നിട്ട് ആ വീട് സ്ഥലം അർഹതപ്പെട്ട ആർക്കേലും കൊടുക്ക്. എന്തിനാ ആ പെണ്ണുമ്പിള്ളേനെ ഇപ്പോഴും അവിടെ തന്നെ വെച്ചോണ്ടിരിക്കുന്ന പോരട്ടക്കളവി? ഉളുപ്പ് വേണം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. തേങ്ങാ കൊല. നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കോരങ്ങ് പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് സർവ്വസാധാരണമെന്ന് പറഞ്ഞ് വിട്ടാൽ പോരെ. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? കൊള്ളുന്നുണ്ടാവുമല്ലോ നല്ല പോലെ. അതാണ് ബാക്കിയുള്ള ആളുടെ അവസ്ഥ. എന്നിട്ട് അതൊക്കെ സാധാരണമാണ് പോലും. ഇറങ്ങിപ്പോതള്ളേ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇപ്പോഴും അത് തന്നെ പറയുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പിശാശേ.